السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ആ സമയത്തിന് അള്ളാഹു പ്രാധാന്യം നൽകി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ദിവസങ്ങൾ മുതലെടുക്കുക എന്നതാണ് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യവും വെറുതെ നിരർത്ഥകമായി ചെയ്യുകയില്ല. അള്ളാഹു ഒരു വർഷത്തിൽ 12 മാസങ്ങൾ നിശ്ചയിച്ചു. ആ 12 മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങളെ പവിത്രമാസമാക്കി തിരഞ്ഞെടുത്തു. അതിനു പുറമെ വർഷത്തിൽ ഏറ്റവും മഹത്തരമായ പ്രാധാന്യമുള്ള ഒരു മാസമായി റബ്ബ് റമദാൻ മാസത്തെ തിരഞ്ഞെടുത്തു. അതിൽ തന്നെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രികൾ, അത് റമദാനിലെ അവസാനത്തെ 10 രാത്രികളായി അള്ളാഹു തിരഞ്ഞെടുത്തു. ദിവസം നിരുപാധികമായി ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്തു. ഇങ്ങനെ സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ, ചില മാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്തെന്നാൽ നശ്വരമായ ഈ ജീവിതത്തിൽ കുറച്ച് പ്രവർത്തിക്കുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ, പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിന്റെ പിന്നിൽ ഉദ്ദേശിച്ച ലക്ഷ്യം. അത് അള്ളാഹു നമ്മോട് ചെയ്തിട്ടുള്ള ഔദാര്യമാണ്. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഔദാര്യമാണത്. നമ്മുടെ ആയുസ് കുറവാണ്. പഴയ കാലത്തെ ആളുകൾക്ക് കിട്ടിയതുപോലെ 100ഉം 200ഉം 1000ഉം വയസ്സുകൾ നമുക്കില്ല. 1000 വർഷം ജീവിച്ചവരുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, അദ്ദേഹം ദഅവത്ത് ചെയ്തത് 950 വർഷമാണ്. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തു. അദ്ദേഹത്തിന് എത്ര വയസ്സായിരിക്കും? പഴയ കാലത്തെ ആളുകൾക്ക് അള്ളാഹു സുദീർഘമായ ആയുസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിന്റെ ആയുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 60നും 70നും ഇടയിലാണ്. അതാണ് ആയുസ്. പിന്നീട് അതിൽ കൂടുതൽ ആളുകൾ കടന്നു പോവുക എന്നത് വളരെ വിരളമായിട്ടാണ് കാണാവുന്നത്. ഇത് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ള കാരണം, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ആയുസ് മുഴുവനും വീണ്ടെടുക്കാൻ മാത്രമായിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ റമദാൻ ഒരു മാസം 29 30 ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഒരു മാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാപമോചനം, നരകമോചനം കിട്ടിയവരായിക്കൊണ്ട് ഇറങ്ങാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരാൾക്ക് സാധിക്കും. അതുപോലെ നോക്കൂ, അത്തരം ഒരു സന്ദർഭമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അമൂല്യമായ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്.
പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് ഈ 10 ദിവസങ്ങൾ. അതിലൊന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ സത്യം ചെയ്തു പറയാൻ തെരഞ്ഞെടുത്ത ദിവസങ്ങളാണ്. അല്ലാഹു പറഞ്ഞു വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയും. ഏതാണ് ആ 10 രാത്രികൾ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചു, വല്ലയാലി അൽ അശ്റു, 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് അവിടെ ഉദ്ദേശം. അല്ലാഹു ഒരു കാര്യത്തെ കുറിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ട്, അതിന് ഗാംഭീര്യതയുണ്ട്, അതിന് അതിൻ്റെതായ സ്ഥാനങ്ങൾ ഉണ്ടാകും. വെറുതെ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിക്കുകയില്ല. അല്ലാഹു സത്യം ചെയ്തു പറയാൻ തെരഞ്ഞെടുത്ത 10 രാത്രികൾ എന്നത് സഹോദരങ്ങളെ, അത് അതിൻ്റെതായ മഹത്വം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്, ആദ്യത്തെ 10 ദിവസങ്ങളാണ്. നോക്കൂ, നിരുപാധികം 10 ദിവസങ്ങൾ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ്. നമ്മൾ ഉള്ളത് ദുൽഹിജ്ജയിലെ ആ പറഞ്ഞ 10 ദിവസങ്ങളിൽ പെട്ട ദിവസങ്ങളിലാണ്. എന്താണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം എന്ന് പറഞ്ഞാൽ, ആ ദിവസങ്ങളിൽ നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അശ്രദ്ധയിലാണ്. ഏറ്റവും നല്ല ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പലരും അശ്രദ്ധയിലാണ്, നമ്മൾ നമ്മുടെ തിരക്കുകളിലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ സൽക്കർമ്മങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. മറ്റുള്ള എല്ലാ ദിവസങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് അത്രമേൽ പ്രിയങ്കരമാണ്. ഹദീസിൽ പലപ്പോഴും നമ്മൾ കേട്ട് കാണും, മാമിൻ അയ്യാമിൻ അൽഅമലു സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ അല്ലാഹുവിങ്കൽ ഏറ്റവും പ്രിയങ്കരമായ സൽക്കർമ്മങ്ങൾ മറ്റൊരു ദിവസങ്ങളിലുമില്ല. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം വരെ അല്ലാഹുവിന് ഇത്രമേൽ പ്രിയങ്കരമല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം വരെ അല്ലാഹുവിന് അതിനേക്കാൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ്. പക്ഷേ അതിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ് ഒരടിമ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടരൊഴികെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു, പക്ഷേ സമ്പത്തും ശരീരവും ആ മാർഗത്തിൽ അയാൾ ത്യജിക്കേണ്ടി വന്നു. അങ്ങനെ ഷഹീദായി പോയ ഒരാളുടെ യുദ്ധമല്ലാതെ, ധർമ്മസമരമല്ലാതെ ബാക്കിയുള്ള ഏത് അമലെടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ഈ ദിവസങ്ങൾ. അതെന്തുകൊണ്ടെന്നാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ 10 ദിവസങ്ങളിലാണ് മറ്റുള്ള വർഷം മുഴുവനും നമ്മൾ എടുത്തു നോക്കിയാലും കാണാത്ത രൂപത്തിൽ എല്ലാ ഇബാദത്തുകളും ഒരുമിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ ഒരുമിക്കുന്ന അമൂല്യമായ ഒരു കാലയളവാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഇസ്ലാമിന് 5 സ്തംഭങ്ങളുണ്ട്, 5 തൂണുകളുണ്ട്. ഷഹാദത്ത് അതിന്റെ പ്രഖ്യാപനമാണ് ഒന്നാമത്തേത്. അതിനുശേഷമുള്ള 4 കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ആ 4ഉം ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാം. നിസ്കാരം ഈ ദിവസങ്ങളിലുണ്ട്,
സകാത്ത് ഈ ദിവസങ്ങളിലുണ്ട്, സ്വതക്ക ദാനധർമ്മം ഈ ദിവസങ്ങളിലുണ്ട്, അതേപോലെ തന്നെ നോമ്പ് ഈ ദിവസങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ സുന്നത്തായി ഐച്ഛികമായി ഒരാൾക്ക് നോമ്പെടുക്കാം, ഖളാ വീട്ടാനുള്ള നോമ്പ് ഈ ദിവസങ്ങളിൽ എടുത്തുകൂടാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത് പോലെ. അതേപോലെ തന്നെ മഹത്തായ ഹജ്ജ് കർമ്മം, ഇതെല്ലാം ഒരുമിക്കുന്ന ഒരു സന്ദർഭമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നത്. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യതിരിക്തതയാണ്. അതുപോലെ തന്നെയാണ് ഈ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്തരമായ യൗമുൻ നഹറും യൗമുൽ ഖർറും അടങ്ങുന്ന ദിവസങ്ങളാണ്. അഥവാ യൗമുൻ നഹർ എന്നാൽ അറവിന്റെ ദിവസം. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഒരു ദിവസങ്ങളിലാണ് സഹോദരങ്ങളെ നമ്മൾ ഉള്ളത്. ഈ ശ്രേഷ്ഠതകൾ ചിലപ്പോൾ നമ്മൾ കേട്ട് കാണും, ഖുതുബകളിലും ക്ലാസ്സുകളിലും ഒക്കെ കേട്ട കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും അമൂല്യമായ ദിവസങ്ങൾ അത് മുതലെടുക്കണം എന്നതാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ദിവസങ്ങളിൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ വീഴ്ച വരുത്തരുത്. നിസ്കാരം, നിർബന്ധമായ കാര്യങ്ങൾ, അതേപോലെ തന്നെയാണ് ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ, അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് പ്രിയങ്കരമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഫഅക്സിറു ഫീഹിന്ന തസ്ബീഹ വത്തക്ബീറ വത്തഹ്ലീൽ, തസ്ബീഹും തക്ബീറും തഹ്ലീലും വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവുകൾ പച്ച പിടിക്കണം. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതിലെ പകുതിയോളം നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സഹോദരങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. തക്ബീർ, ദുൽഹിജ്ജയിലെ ആദ്യ ദിവസം മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനത്തെ അഥവാ 13ന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എപ്പോഴും നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ്. എപ്പോഴും തക്ബീർ ചൊല്ലേണ്ടതാണ്. അതിനാണ് തക്ബീറുൽ മുത്ലഖ് എന്ന് പറയുക, നിരുപാധികം. ഓർമ്മ വരുമ്പോൾ, സമയം കിട്ടുമ്പോൾ ഒക്കെ നമ്മുടെ നാവ് തക്ബീർ കൊണ്ട് പച്ച പിടിക്കണം. അതിന്റെ കൂടെ തന്നെയാണ് തസ്ബീഹും തഹ്ലീലും തക്ബീറും എല്ലാം വർദ്ധിപ്പിക്കേണ്ട. ഫഅക്സിറു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം ആമുഖമായി ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കട്ടെ. അതേപോലെ തന്നെയാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമുക്കറിയാം ഹജ്ജ് കർമ്മം അതാരംഭിക്കുന്ന ദുൽഹിജ്ജയുടെ 8-ന് യൗമു തർവിയ എന്നാണ് പറയുന്നത്, 9-ന് യൗമു അറഫ എന്ന് പറയും, 10-ന് യൗമുൻ നഹർ എന്ന് പറയും. യൗമു തർവിയ ഹാജിമാർ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടുന്ന അതിന്റെ തുടക്കം ആ ദിവസത്തിലാണ്. അതിനുശേഷമുള്ള ദിവസമാണ് യൗമു അറഫ. യൗമു അറഫ, അറഫ ദിനം എന്നത് സഹോദരങ്ങളെ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ദുൽഹിജ്ജയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. മൊത്തത്തിൽ ദുൽഹിജ്ജ 10 വരെ നിരുപാധികം അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരമായ ദിവസങ്ങളാണെങ്കിലും അതിലെ തന്നെ പ്രത്യേകം പ്രത്യേകം ഹദീസുകൾ വന്ന ദിവസങ്ങളാണ് യൗമു അറഫയും അതുപോലെ യൗമുൻ നഹറും യൗമുൽ ഖർറും അഥവാ ദുൽഹിജ്ജ 11 അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസമെല്ലാം. യൗമു അറഫയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകൾ ആ ദിവസത്തിനുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്, ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീൻ പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് യഹൂദനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുമുണ്ട്. ആ ആയത്തെങ്ങാനും യഹൂദികളായ ഞങ്ങൾക്കാണ് അവതരിക്കപ്പെട്ടത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആ ആയത്ത്?
ആ യഹൂദി പറഞ്ഞു കൊടുത്തു സൂറത്തു അൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്തിനെ കുറിച്ചാണ് അയാൾ അത് പറഞ്ഞത്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് എവിടെ വെച്ചാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം, എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. അഥവാ ഒരു അറഫ ദിനത്തിൽ, അന്ന് ജുമുഅ ദിവസം കൂടിയായിരുന്നു, അന്നാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. സഹോദരങ്ങളെ, ആ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ ദീനിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ആ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചത്. ഈ ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹു ഈ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അറഫ ദിനത്തിൽ ഈ ആയത്ത് അവതരിച്ചത് മുതൽ അന്ന് എന്താണോ ദീനായിട്ടുള്ളത്, മതമായിട്ടുള്ളത്, അത് മാത്രമാണ് ഖിയാമത്ത് നാളെ വരെ മതമാവുകയുള്ളൂ. അന്ന് മതത്തിലില്ലാത്ത, ദീനിലില്ലാത്ത എന്തൊരു കാര്യമുണ്ടോ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ വന്നാലും പിന്നെ ദീനിൽ ഉണ്ടാവുകയില്ല. ഈ ഒരൊറ്റ ആയത്താണ് അതിനുള്ള തെളിവ്. ആയത്ത് അവതരിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസമാണ് അറഫ ദിവസം. എല്ലാ ബിദ്അത്തുകളുടെ വേരും അറുക്കുന്ന ആയത്താണ്. ദീൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ള ഏത് പ്രത്യയശാസ്ത്രം, ആദർശം എടുത്തു നോക്കിയാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അതിൽ കൈകടത്തലുകൾ ഉണ്ടാകും, അതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവും. ചില ആളുകൾക്ക് തോന്നും അത് വേണ്ട, വേറെ ചില ആളുകൾക്കൊന്നും കുറച്ചുകൂടി കൂട്ടാം, ചില ആളുകൾക്കൊന്നും ഇതൊന്നും വേണ്ട, മൊത്തത്തിൽ നിഷേധിച്ചേക്കാം. ഇങ്ങനെയാണ് പൊതുവെയുള്ള മറ്റുള്ള എല്ലാ ആദർശങ്ങളുടെയും അവസ്ഥകൾ. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ, ഈ കാണുന്ന ഒരു സൗകര്യവും ഇല്ലാത്ത 6-ാം നൂറ്റാണ്ട് എന്ന് പല ആളുകളും പരിഹസിക്കാറുള്ള അന്ന് ഇറങ്ങിയ മതനിയമങ്ങൾ, അതാണ് ഇന്നും നമ്മൾ ആചരിക്കുന്നത്. കോടാനുകൂടി വരുന്ന മുസ്ലിമീങ്ങൾ ആചരിക്കുന്നത് അന്നിറങ്ങിയ ദീനാണ്, പിന്നെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ദീനിലെ നിയമങ്ങൾ അവതരിക്കപ്പെട്ടിട്ടില്ല, അതോടുകൂടി അവസാനിച്ചു. അത് സഹോദരങ്ങളെ ഈ ദീനിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് അള്ളാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ദിവസമാണ് അറഫ ദിവസം എന്നത് അറഫ ദിനത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് അറഫ ദിനത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അറഫ ദിനത്തിലുള്ള ദുആ, പ്രാർത്ഥന, അതാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. അന്ന് ഹാജിമാർ അറഫയിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ദുആ ചെയ്യുന്നത് നമുക്ക് ഇന്ന് അൽഹംദുലില്ലാഹ് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ പഴയ കാലത്ത് ഇമാമിയങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അറഫ സംഗമം, അറഫ മൈതാനം, അതിന്റെ അവസ്ഥകൾ നമുക്ക് ചില കിതാബുകളിലൊക്കെ കാണാം. ആ അറഫയുടെ മൈതാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അവിടേക്ക് ചെന്നപ്പോൾ തേങ്ങലുകളും കരച്ചിലുകളും കൊണ്ട് അറഫ മൈതാനം നിറഞ്ഞിരുന്നു എന്നാണ്. എല്ലാവരും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ദുആ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. ഇന്ന് നമുക്കത് നേർക്ക് നേരെ കാണാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. അത് സഹോദരങ്ങളെ, ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ഒന്നാൻ ആകാശത്തേക്ക് അവന്റെ എല്ലാ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു അവന്റെ അടിമകളെ നോക്കി മലക്കുകളോട് അവരെ കുറിച്ച് പുകഴ്ത്തി പറയും, പ്രശംസിച്ചു പറയും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, മാ അറാദ ഹഉല, എന്റെ അടിമകൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നന്നായി അറിയാം അടിമകളുടെ മനസ്സ്. പക്ഷേ മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ആ ചോദ്യം അല്ലാഹുവിനെ അറിയാനിട്ടല്ല, മറിച്ച് അവരാഗ്രഹിക്കുന്നത് അല്ലാഹു നൽകാൻ തീരുമാനിച്ചു എന്നതാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. അടിമകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് മലക്കരോട് ചോദിക്കുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവരെന്താണോ ദുആ ചെയ്യുന്നത്, അള്ളാഹു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖൈറു ദുആ, ദുആ അതിനേറ്റവും ഉത്തമമായ സമയമാണ് യൗമു അറഫ എന്നത് അറഫ ദിനത്തിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്കുകൾ ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, അവൻ്റെതാകുന്നു സർവാധിപത്യം, വലഹുൽ ഹംദു, അവനാകുന്നു സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സഹോദരങ്ങളെ, അറഫ ദിനത്തിലെ ശ്രേഷ്ഠതയും പ്രത്യേകതയും പാപമോചനവും ദുആഇന്റെ ശ്രേഷ്ഠതകളും എല്ലാം അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്കും അതല്ലാത്ത ആളുകൾക്കും ലഭിക്കും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം നിരുപാധികമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന്നത്തെ ആ ദുആ അത് ഉത്തമമായ ദുആ ആണ്, പ്രാർത്ഥനയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് അറഫയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ധാരാളമായി നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. അറഫ ദിനത്തേക്കാൾ അല്ലാഹു ധാരാളമായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. അറിയാം, റമദാനിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ രാത്രിയിലും അള്ളാഹു ചില ആളുകളെ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും. അതേപോലെ നോക്കൂ, ധാരാളമായി അള്ളാഹു നരകത്തിൽ നിന്നും അവന്റെ അടിമകളെ മോചിപ്പിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ, ഈ പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ ഔദാര്യം അത് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധയിലായി പോകരുത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അറഫയുടെ പ്രത്യേകതയാണ്, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ്. അഥവാ അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് ഹജ്ജില്ല എന്നതാണ്. എത്രത്തോളം, ഫമൻ അദ്റക ലൈലത അറഫത ഖബ്ല തുലൂഇൽ ഫജ്ർ മിൻ ലൈലതി ജംഇൻ ഫഖദ് തമ്മ ഹജ്ജുഹു. ഒരാൾക്ക് പകലിലോ സായാഹ്നത്തിലോ നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ അയാൾ രാത്രിയിലെങ്കിലും അവിടെ പോയി നിൽക്കണം. പിറ്റേന്ന് ഫജ്ർ ഉദിക്കുന്നത് വരെ, സൂര്യനല്ല ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതിന്റെ മുന്നേ ഒരാൾ അറഫയിൽ എത്തിയാൽ അയാളുടെ ഹജ്ജ് പൂർത്തിയായി എന്നുള്ളതാണ്. അത് സഹോദരങ്ങളെ അറഫയുടെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് അറഫ സംഗമം എന്ന ആ വിശാല വിസ്തൃതമായ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ വൻ ജനാവലി അർദുൽ മഹ്ശർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. കാരണം ഒരുപാട് ആളുകൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ആ മൈതാനത്ത് വന്ന് നിന്നുകൊണ്ട് അവനവന്റെ കാര്യം, നഫ്സി നഫ്സി, സ്വന്തം കാര്യമാണ്, അവനവന്റെ കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പാപമോചനം തേടുന്നു, ദിക്റുകളിലായി കഴിഞ്ഞുകൂടുന്നു. ഖിയാമത്ത് നാളിൽ അർദുൽ മഹ്ശറിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന ആ വലിയ സംഗമം അത് അറഫ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നത് അറഫയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതുപോലെ സഹോദരങ്ങളെ, അറഫ ദിനത്തിൽ ഹാജിമാരല്ലാത്ത നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അറഫയുടെ നോമ്പാണ്. ദുൽഹിജ്ജ 9 അന്ന് നോമ്പെടുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് എന്നത് ഇന്നി യഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫ ദിനത്തിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ
വർഷങ്ങളിലെ ചെറുപാപങ്ങൾ പുറത്തു നൽകും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഈ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല, മറിച്ച് അവരല്ലാത്തവർക്കാണ് ഈ നോമ്പ് സുന്നത്തായിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ കഴിഞ്ഞതും വരാനിരിക്കുന്നതും എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു, മുൻകഴിഞ്ഞത് ശരിയാണ്, അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് അള്ളാഹു പുറത്തു നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കും. തെറ്റുകളിൽ വീഴാതെ അള്ളാഹു അയാൾക്ക് രക്ഷപ്പെടാനുള്ള തൗഫീഖ് നൽകും. ഇനി മാനുഷികമായ അബദ്ധം പിണഞ്ഞു പോയാൽ തന്നെ അള്ളാഹു തൗബക്കുള്ള, ഇസ്തിഗ്ഫാറിനുള്ള തൗഫീഖ് വേഗത്തിൽ കൊടുക്കും എന്നതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാഹു അഅലം. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ദിവസമാണ് സഹോദരങ്ങളെ അറഫാ ദിനത്തിലെ നോമ്പ്. സ്വാഭാവികമായി അറഫാ ദിനത്തിലെ നോമ്പ് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നത് പല ആളുകളും സംശയം എന്ന രൂപത്തിലും അല്ലാതെയും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ പഴയ കാലത്ത് തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസമാണ് ഈ പറഞ്ഞ കാര്യം. അത് ഇന്നോ ഇന്നലെയോ അതല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുന്നെയോ പൊട്ടി വീണ ഒരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉലമാക്കൾക്കിടയിൽ, ഇമാമിങ്ങൾക്കിടയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതെന്തുകൊണ്ടെന്നാൽ ലോകത്ത് ഒരു സൂര്യനും ഒരു ചന്ദ്രനും മാത്രമേ ഉള്ളൂ. പക്ഷേ അതെല്ലാ സ്ഥലത്തും ഒരുപോലെ ഉദിക്കുകയില്ല എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ലോകത്തെല്ലാ രാജ്യത്തും ഒരുപോലെ സൂര്യൻ ഉദിക്കുമോ? ഇല്ല. എല്ലാ സ്ഥലത്തും ഒരുപോലെ ചന്ദ്രൻ ഉദിക്കുമോ? മാസം കാണുമോ? ഇല്ല. അതാണ് വസ്തുത. അങ്ങനെ ഒരു സ്ഥലത്തും ലോകത്ത് ഒരുപോലെ നടക്കുകയില്ല. അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത് പരിഗണനീയമാണ്. അങ്ങനെയുള്ള മത്ലഇന്റെ ഇഖ്തിലാഫുൽ മതാലി എന്നാണ് അതിന് പറയുന്നത്. ഉദയ സ്ഥാനത്തിന്റെ വ്യത്യാസം, അത് പരിഗണിച്ചിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത്. ഒരു വിഭാഗം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സൂമു ലിറുയതിഹി, അത് കണ്ടാൽ അഥവാ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ്. ലോകത്ത് എല്ലാവർക്കും അത് ബാധകമാണ്, ഞങ്ങൾക്ക് മാത്രമല്ല എന്ന് പറയുകയുണ്ടായി. അഥവാ മക്കക്കാർക്കോ മദീനക്കാർക്കോ അന്ന് കേട്ട ആളുകൾക്ക് മാത്രമല്ല അത് ബാധകമായിട്ടുള്ളത്, മറിച്ച് ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ലോകത്ത് ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലാ സ്ഥലത്തും അത് നടപ്പിലാക്കണം എന്നൊരു വിഭാഗം പറഞ്ഞു. കാരണം അതാണ് ഐക്യം, അതാണ് എല്ലാവരും ഒരുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ സഹായിക്കുക എന്ന് ഒരു വിഭാഗം പറഞ്ഞു. കേൾക്കുമ്പോൾ നല്ല അഭിപ്രായമാണ്, അത് വളരെ പരിഗണനീയമായ അഭിപ്രായവുമാണ്. എന്നാൽ മറ്റൊരു വിഭാഗം വേറെയും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അത് പ്രായോഗികമല്ല. അത് പ്രായോഗികമല്ല. കാരണം ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലാ സ്ഥലത്തും അത് നടപ്പിലാക്കുക എന്നത് ലോകത്ത് അതൊരിക്കലും സംഭവിക്കുകയില്ല. കാരണം ഒരേ സമയത്ത് ഇവിടെ പകലാകുമ്പോൾ രാത്രിയാകുന്ന നാടുകളുണ്ട്. എന്തിനേറെ പറയുന്നു, ആദ്യം കാണുന്ന മംലക്ക സൗദി അറേബ്യ, അതും നമ്മുടെ നാടുമായി എത്രയാണ് ദൂരമുള്ളത്? 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ മാസം കണ്ടോ ഇല്ലയോ എന്നറിയുമ്പോൾ അവിടെ മഗ്‌രിബ് ആയിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഒരു അറാബിൽ നിൽക്കുന്ന പോലെ കുറച്ച് ആളുകൾ നിൽക്കും. ദുനിയാവിലുള്ള ആഖിറത്തിലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലും ഇല്ല സൗദിയിലും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഒരു നിത്തുണ്ട്. അങ്ങനെ ഒരു അപ്രായോഗികമായ ഒരു അവസ്ഥ നമ്മുടെ ദീനിലില്ല. അപ്പൊ അതും പരിഗണനീയമായ അഭിപ്രായമാണ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാ അദ്ദേഹം സഹീഹ് മുസ്ലിമിന് ഖുറൈബ് റഹിമഹുല്ലയുടെ അസറിന് അല്ലെങ്കിൽ ഹദീസിന് തലക്കെട്ട് കൊടുത്തത് തന്നെ അതാണ്. ബാബുൻ, അധ്യായം, ലികുല്ലി അഹ്ലി ബലദിൻ റുയതുഹും, ഓരോ നാട്ടുകാർക്കും അവരവരുടെ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കീഴിലാണ് ഖുറൈബ് റഹിമഹുല്ലയെ ഷാമിലേക്ക് പറഞ്ഞയച്ചതും. എന്നിട്ട് അദ്ദേഹം വന്നപ്പോൾ അവിടെ
മുആവിയ റളിയല്ലാഹു അൻഹു കണ്ട കാഴ്ച നമുക്ക് പോരെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതും ഒക്കെ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ, നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട്. ഹകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചത്? സൂമു ലിറുയതിഹി. ആ ഹദീസാണ് അദ്ദേഹം തെളിവ് പിടിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. സൂമു എന്ന് പറഞ്ഞാൽ അത് ഓരോ നാട്ടുകാർക്കും ബാധകമാണ്, അല്ലാതെ ഷാമിൽ കണ്ടത് നമുക്ക് എടുക്കണം എന്നതല്ല എന്ന് അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തു. സഹാബികൾ ആരും അതിനെ എതിർത്തിട്ടുമില്ല. അന്ന് സഹാബികൾ ആരും ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് ഒന്ന് നഷ്ടായി പോയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടില്ലല്ലോ, മറ്റവർക്കൊന്ന് കൂടുതൽ കിട്ടിയില്ലേ എന്നാരും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഉദയസ്ഥാനത്തിന്റെ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ വ്യത്യാസം ഉണ്ടാകുന്നത്. ചില സ്ഥലത്ത് നേരത്തെ കാണും, ചില സ്ഥലത്ത് വൈകിട്ട് കാണും. ഇതേ മസ്അല വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു നാട്ടിൽ സൗദി അറേബ്യയിൽ കാണുന്നതിന് മുന്നേ മാസം കണ്ടു. അവിടെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദുൽഹിജ്ജ 9-ന്, ഒരു നാട്ടിൽ ദുൽഹിജ്ജ 10 വിചാരിക്കുക. അപ്പൊ അവർക്ക് അന്ന് പെരുന്നാളിന്റെ ദിവസമാണ്. അന്ന് ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ അവർക്ക് നോമ്പെടുക്കാൻ പാടില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അന്ന് പെരുന്നാളിന്റെ ദിവസമാക്കേണ്ട ദിവസമാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഐക്യദാർഢ്യം വേണം, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോമ്പ് എന്നൊരു ഐക്യദാർഢ്യമാണെങ്കിൽ അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കണമായിരുന്നു. പക്ഷെ ഉലമാക്കൾ പറഞ്ഞു നോമ്പെടുക്കാൻ പാടില്ല. അവർക്ക് 9-ന്റെ അന്ന് എടുക്കണം. മസ്അലയാണ്, വിശാലമായ മസ്അലയാണ്. അതെല്ലാം നമ്മുടെ വിഷയം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതിൽ സഹോദരങ്ങളെ, ഇതിന്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ അറഫ ലോകത്ത് ഒന്നേ ഉള്ളൂ, സൗദിയിൽ മാത്രമേ ഉള്ളൂ, വേറൊരു സ്ഥലത്തുമില്ല. ആ ദിവസം ഒരാൾക്ക് നോമ്പ് എടുക്കണമെങ്കിൽ അയാൾക്ക് എടുക്കാം, വിരോധമില്ല. തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരാൾ വിചാരിക്കുകയാണ് അന്നല്ല, എൻ്റെ നാട്ടിലുള്ള 9-ന്റെ കാഴ്ചക്കാണ് ഞാൻ എടുക്കുന്നത് എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾക്കതും ചെയ്യാവുന്നതാണ്. ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കാം എന്ന അടിസ്ഥാനത്തിൽ ഒരാൾ 7ഉം 8ഉം 9ഉം ഒക്കെ എടുക്കാൻ, അതിലെ അറഫയും ഒരുമിച്ച് അങ്ങനെ കഴിഞ്ഞു പോകും. ഹൃദയ വിശാലതയോടുകൂടിയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ തലേന്ന് നാളെ പെരുന്നാളാണ് അതുകൊണ്ട് ഇന്ന് നോമ്പെടുത്താൽ ഹറാമാണ്, അങ്ങനെ അത് പോയി ഇവന്റെ പ്രസാദയും മറ്റവന്റെ പെരുന്നാളിന് നോമ്പെടുക്കാൻ പറയേണ്ടതില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല. നമുക്കെന്താണോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാം. ഐക്യം എന്ന് പറഞ്ഞിട്ട് അവനവന്റെ വീട്ടിലും പഞ്ചായത്തിലും ജില്ലയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്ത് ഉള്ള ഹാജിമാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് ശരിയല്ല. ഒരു പണ്ഡിതന്മാരും ആ ഫത്വ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അറഫാ ദിനത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠത പറഞ്ഞപ്പോൾ അത് എന്നാണ് എടുക്കേണ്ടത് എന്ന് പല ആളുകൾക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. ഒരാൾക്ക് അന്ന് എടുക്കണോ എടുത്തോളൂ, കുഴപ്പമില്ല. പിറ്റേന്ന് എടുക്കണോ പിറ്റേന്ന് എടുക്കാം. പിറ്റേന്ന് അവിടെ പെരുന്നാളല്ലേ, നമുക്ക് പെരുന്നാളാക്കുന്നത് ഹറാമല്ലേ? ഒരിക്കലുമല്ല. നമ്മൾ അന്ന് അങ്ങനെയാണ് കണ്ടത്. നമ്മുടെ കാഴ്ചക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ചന്ദ്രൻ മാത്രമല്ല, അള്ളാഹു സൂര്യനും നമുക്ക് ഈ പറഞ്ഞ കാഴ്ചന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ 8 മണിക്കാണ് എടുക്കുന്നത്. സൗദി അറേബ്യയിൽ ഇപ്പൊ എത്ര സമയം? പിന്നിലാണ് അവർ. നമ്മൾ നിസ്കാരം വസാദ എന്ന് പറയുമോ, അല്ലെങ്കിൽ അവരെ നിസ്കാരം വസാദ എന്ന് പറയുമോ? ഒരു സുബി ഒരു നിസ്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഇവിടെയാണ് ആദ്യം ഉദിക്കുന്നത്. അത് നേരെ തിരിച്ചാണ്. അപ്പൊ അവര് നമ്മളെ സൂര്യൻ എടുക്കുമോ? ഇല്ല. ഇനി ഇവിടെ ആദ്യം കണ്ടു എന്ന് വിചാരിക്കാം. സൗദി അറേബ്യ വിളിച്ചിട്ട് അത് ഇന്ത്യയിലെ കാഴ്ച നമ്മൾ എടുക്കാം എന്ന് അവരാരും പറയാറില്ല. ഐക്യപ്പെടാൻ സാധിക്കുമെങ്കിൽ ഐക്യപ്പെടാം. അതല്ലാതെ അതിന്റെ പേരിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കരുത്. ജനങ്ങളുടെ ഇബാദത്തുകൾ ഫസാദാക്കരുത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ശുദ്ധീയായ മസ്അലയാണിത്. ഹൃദയ വിശാലതയോടുകൂടി ഇത് കൈകാര്യം ചെയ്താൽ എന്തൊരു സമാധാനമാണ്, എത്ര ആശ്വാസമാണ്. നോമ്പെടുക്കുന്നവര് നോമ്പെടുക്കാം, അല്ലാത്തവര് വെറുതെ ഇരിക്കാം. ദിക്റും ദുആഉം കഴിഞ്ഞുകൂടാ. ഇവിടെ അറഫ നടക്കുമ്പോൾ ഇവിടെ ഇബാദത്ത് ചെയ്യാണ്ട്, ഇവിടെ തല്ലൂടാനുള്ളതല്ല. ഇവിടെ മറ്റവന്റെ നോമ്പ് വശാതാക്കി ഓനെ ദീനിന്ന് പുറത്താക്കല്ല വേണ്ടത്. അവനവൻ ദിക്റും ദുആഉം ചെയ്തിട്ട് ആ അറഫ ദിനത്തിലെ പ്രതിഫലം കിട്ടുമോ നോക്കാണ് വേണ്ടത്. എന്നിട്ട് അവന് നോമ്പെടുക്കാൻ പറ്റണം, നോമ്പെടുത്തോളൂ. ഇബാദത്ത് ചെയ്യാൻ പറ്റും, ഇബാദത്ത് ചെയ്തു. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ റഖീബും അതീദും ചെയ്യുന്ന പണി നമ്മൾ എടുക്കേണ്ടതില്ല. അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്.
തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായിട്ടുള്ള മലക്കുകൾ അല്ലാഹു അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആളുകളുടെ കർമ്മങ്ങൾ എഴുതി വെക്കാൻ അവരെ ചെയ്തോളൂ. നമ്മളത് ചെയ്യേണ്ടതില്ല എന്ന് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതിനർത്ഥം നമ്മൾ ആരും ഈ പറഞ്ഞ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താനോ തല്ലൂടാനോ പോകരുത്. നമ്മൾ പണിയെടുക്കുക, നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. കാരണം അമൂല്യമായ ദിവസങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. സാന്ദർഭികമായി ആ മസല കയറി വന്നപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കലും നമ്മൾ ആശയക്കുഴപ്പത്തിലായി പോകരുത്. അതോടൊപ്പം ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹു ഒരിക്കലും നമ്മുടെ അമലുകൾ പാഴാക്കി കളയുകയില്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. നമ്മൾ 8 എടുത്താലും ശരി, 9 എടുത്താലും ശരി, അള്ളാഹു പ്രതിഫലം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു ചെറിയ സൽക്കർമ്മം പോലും പാഴാക്കി കളയില്ല. സൗദിക്കനുസരിച്ച് നീ എടുത്തില്ലല്ലോ, അവിടെ നിന്റെ നോമ്പും തട്ടി അള്ളാഹു പറയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. സഹാബികളാണ് നമുക്കുള്ള മാതൃക. അങ്ങനെയാണെങ്കിൽ പറയണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ലൈലത്തുൽ ഖദറിന്റെ ആദ്യത്തെ രാത്രി കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ ഇമാന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആരെങ്കിലും പറയും, ബുദ്ധിയുള്ള ആരെങ്കിലും പറയും, ലൈലത്തുൽ ഖദർ ഒരു ദിവസം അവിടെ നേരത്തെയായി, നമുക്ക് പിന്നെയായി, അതുകൊണ്ട് ലൈലത്തുൽ ഖദർ കിട്ടാണ്ടായി പോവോ? നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ഇവിടെ രാവിലെ ആകുമ്പോൾ രാത്രിയാകുന്നില്ലേ? ഇവിടെ നമ്മൾ സുബ്ഹി നിസ്കരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അവിടെ ഇശാ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചു നേരം തഹജ്ജുദ് നിസ്കരിക്കും. നമ്മൾ ദൂരമായിട്ട് നിസ്കരിക്കണ്ട. നമ്മളിങ്ങനെ കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്കാണ് 24 മണിക്കൂറും, നമുക്കാണ് ഈ സൂര്യനും, നമുക്കാണ് ഈ ചന്ദ്രനൊക്കെ ഉള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന്റെ അടിമകൾക്ക് പ്രതിഫലം നൽകാനും, അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരാനും, അവരോട് ദുആ ചെയ്തോളൂ ഉത്തരം നൽകാമെന്ന് പറയാനും ഒക്കെ കഴിവുള്ളവനാണ്. അതൊന്നും ആലോചിച്ച് നമ്മൾ ബേജാറാവേണ്ടതില്ല. നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമായ ദിവസമാണ് യൗമുൻ നഹർ. നേരത്തെ പറഞ്ഞു, ഓരോ ദിവസത്തിനും മൊത്തത്തിൽ ഈ ദിവസങ്ങൾക്കെല്ലാം ശ്രേഷ്ഠതകളുണ്ട്. എന്നാൽ പ്രത്യേകമായ ചില ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യൗമുൻ നഹർ എന്നത്, അഥവാ അറവിന്റെ ദിനം എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസമാണ്. ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം യൗമുൻ നഹർ എന്നാൽ അറവിന്റെ ദിവസം, അഥവാ ഹാജിമാർ അവർ അവരുടെ ഹദി നടത്തുന്ന, അറവ് നടത്തുന്ന ദിവസം, അഥവാ പെരുന്നാളിന്റെ ദിവസം. ദുൽഹിജ്ജ 10-ന്റെ അന്നാണ് നമ്മളും അറവ് നടത്തുക. ആ അറവ് നടത്തുന്ന ദിവസം അത് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ ദിവസമാണ്. അറവുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്ത് എന്നാണ് അതിന് നമ്മൾ പറയാറുള്ളത്. ആ മഹത്തായ ബലികർമ്മം ഇത് ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമേ നമ്മൾ ബലി സമർപ്പിക്കാൻ പാടുള്ളൂ. ഒരു ഈച്ചയെ പോലും അള്ളാഹു അല്ലാത്തവർക്ക് ബലി സമർപ്പിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, പഴയ കാലത്ത് ജീവിച്ചു പോയ 2 പേർ, അവർ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ, അവർക്ക് ഒരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ 2 പേർക്കും ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുണ്ട്. ആ വഴിയാകട്ടെ മുശ്രിക്കുകളുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ബിംബമുള്ള, വിഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിലൂടെ ആര് കടന്നു പോകുമ്പോഴും ആ വിഗ്രഹത്തിന് ബലി സമർപ്പിച്ചിട്ട് മാത്രമേ കടന്നു പോകാൻ അവർ അനുവദിക്കുകയുള്ളൂ. ഈ 2 പേരും കടന്നു പോകുമ്പോൾ അതിലൊരാളോട് പറഞ്ഞു, ഹർറിബ്, എന്തെങ്കിലും ബലിയെറുക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു, വലവു ദുബാബൻ, ഈച്ചയെങ്കിലും. അപ്പോൾ അയാൾ ഈച്ചയെ ബലിയെറുത്തു. ഈച്ചനെ പിടിച്ചിട്ട് എന്റെ തല മുറിച്ചിട്ടുണ്ടാവും, കുറിച്ച് മുരടിയിട്ടുണ്ടാവും, ഇതായിരിക്കും. അത് ബലി എന്ന നിലക്കാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ അവർ വെറുതെ വിട്ടു, അയാൾ നരകത്തിൽ പോയി, മുശ്രിക്കായി. മറ്റൊരാൾ വന്നപ്പോൾ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് മാത്രമേ ബലി സമർപ്പിക്കുകയുള്ളൂ, സൃഷ്ടികൾക്ക് ബലി സമർപ്പിക്കാറില്ല. അവർ ആ വ്യക്തിയെ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഹദീസിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബലി, അറവ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി സമർപ്പിക്കേണ്ട ഇബാദത്താണ്.
ഫസല്ലി ലി റബ്ബിക വൻഹർ. അല്ലാഹു പറഞ്ഞു ഫസല്ലി, നീ നിസ്കരിക്കുക, ലി റബ്ബിക, നിന്റെ റബ്ബിനു വേണ്ടി, വൻഹർ, ആ റബ്ബിനു വേണ്ടി തന്നെ നീ ബലി സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരു റബ്ബിനു വേണ്ടിയാണോ നിസ്കരിക്കുന്നത്, ഏതൊരു റബ്ബിനു വേണ്ടിയാണോ ഇബാദത്തുകൾ നിർവഹിക്കുന്നത്, ആ റബ്ബിന് മാത്രമേ, അവന് വേണ്ടി മാത്രമേ, അവന്റെ പേരിൽ മാത്രമേ ബലി സമർപ്പിക്കാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളിൽ നിന്നും ബലിയറുക്കാൻ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻഹാം. ഓരോ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ആരാധന അനുഷ്ഠാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ ബഹീമത്തുൽ അൻആമിൽ നിന്ന്, അഥവാ കന്നുകാലികളിൽ നിന്ന് അറവ് നടത്താൻ. അറവ് എന്നത്, ഉദഹിയത്ത് എന്നത് സഹോദരങ്ങളെ, അത് കന്നുകാലികളെയാണ് അറുക്കേണ്ടത്. അറവ് പല രൂപത്തിലുണ്ട്. ഉദഹിയത്തുണ്ട്, അഖീഖത്തുണ്ട്, അതുപോലെ തന്നെ അതിഥികൾക്ക് വേണ്ടി അറുക്കുന്നതുണ്ട്. പല രൂപത്തിലുള്ള അറവുകൾ ഇസ്ലാമിലുണ്ട്. കച്ചവടത്തിനു വേണ്ടി അറുക്കുന്ന മുബാഹായ അറവുണ്ട്, അതുപോലെ നിർബന്ധമായ അറവുണ്ട്, അഥവാ ഹാജിമാർ അറുക്കുന്നത് പോലെ. അതുപോലെ ഫിദിയയായുള്ള അറവുണ്ട്. അറവുകൾ വ്യത്യസ്ത രൂപത്തിലാണ്. അത് കന്നുകാലികളിൽ നിന്നാണ് അറുക്കേണ്ടത് എന്നതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ളത്. കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ അൽ ഇബിൽ വൽ ബഖർ വൽ ഗനം, ഒട്ടകം, അതുപോലെ പശുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ആട്, കോലാടുണ്ട്, അതുപോലെ തന്നെ ചെമ്മരിയാട്. ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ ആ രൂപത്തിൽ നമുക്ക് കാണാം. ഇതിനെയാണ് അറുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ അറവ് നടത്തേണ്ടത്. ഉദ്ഹിയ്യത്ത് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അതിന്റെ വിധിയെ സംബന്ധിച്ച്, അതിന്റെ ഹുക്കും എന്താണെന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ചില പണ്ഡിതന്മാർ സാധിക്കുന്ന ഒരാൾക്ക് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ വാജിബാകും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം തെളിവുകൾ അറിയിക്കുന്നത് അതാണ്. എന്നാൽ അല്ലാഹു അഅലം, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ മുഅക്കദായ സുന്നത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വിചാരിക്കാറുള്ളത് സുന്നത്തല്ലേ, ഒഴിവാക്കാനാണ് സുന്നത്തായിട്ട് നമ്മൾ കണക്കൂട്ട്. സുന്നത്ത് ഒഴിവാക്കാനാണ്, സുന്നത്ത് ചെയ്യാനുള്ളതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതല്ലെങ്കിൽ അവിടുന്ന് അനുവാദം തന്നു, അതല്ലെങ്കിൽ അവിടുന്ന് കൽപ്പിച്ചു, ഇതൊക്കെയാണ് സുന്നത്ത്. അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളാനുള്ളതല്ല, മറിച്ച് അതൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ്. വാജിബ് ഒരാൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതാണ്. അതിന്റെ കൂടെ ഒരാൾ സുന്നത്ത് കൂടി മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ വലിയായി തീരും അയാൾ, അള്ളാഹുവിന്റെ ഔലിയാവും. ഔലിയ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു മൂലയ്ക്ക് ഇരുന്ന് പച്ച തട്ടോട്ടിട്ട് ഇങ്ങനെ ഇരിക്കലല്ല. അള്ളാഹുവിന്റെ വിലായത്ത് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. ഇയാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ കേൾക്കുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അയാൾ എടുക്കുകയുള്ളൂ, കാണുകയുള്ളൂ. ഈ വ്യക്തി ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും, കാവൽ ചോദിച്ചാൽ അള്ളാഹു കാവൽ നൽകും എന്നൊക്കെ ആ ഹദീസിൽ നമുക്ക് കാണാം. അതാണ് വിലായത്തിന്റെ മാനദണ്ഡം. നിർബന്ധ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ കൂടെ സുന്നത്ത് കൂടി ചെയ്താൽ ഒരാൾ അള്ളാഹുവിന്റെ വലിയാകും, അള്ളാഹുവിന്റെ ഉറ്റമിത്രമാകും, അള്ളാഹുവിന്റെ ഇഷ്ടദാസനാകും എന്നാണ് അതിന്റെ ഉദ്ദേശം. സഹോദരങ്ങളെ, സുന്നത്ത് അത് ചെയ്യാനുള്ളതാണ്. മുഅക്കദായ സുന്നത്താണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റാത്ത, ഒരാൾക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും ഉദ്റുണ്ടെങ്കിൽ അല്ലാതെ ആണ് ഒഴിവാക്കരുത്. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷക്കാലം മദീനയിൽ ജീവിച്ചിരുന്നു. അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനതി 10 സിനീന. 10 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ചിരുന്നു, ജീവിച്ചിരുന്നു. യുദഹി കുല്ല സന, അവിടുന്ന് എല്ലാ വർഷവും ഉദ്ഹിയ്യത്ത് അറുക്കാറുണ്ടായിരുന്നു, ബലി അറുക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്. അവിടുത്തെ വീട്ടിൽ അടുപ്പ് പുകയാത്ത
മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നടത്താറുണ്ടായിരുന്നു എന്ന് കാണാം. സഹോദരങ്ങളെ, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. സാധിക്കുമെങ്കിൽ നമ്മൾ അറുക്കണം. സാധിക്കുമെങ്കിൽ നമ്മളെല്ലാവരും അറുക്കണം. അൽഹംദുലില്ലാഹ്, ഏതാണ്ട് എല്ലാവരും അറവിന് കൂടിയിട്ടുണ്ടാവും, ഒരുങ്ങിയിട്ടുണ്ടാവും. അതാണ് അതിന്റെ വിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നടത്തിയതിനെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടിനെ അറുക്കുകയുണ്ടായി. അംലഹൈനി എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പും നിറമുള്ള ആട്. അതിൽ കൂടുതൽ വെള്ള നിറവും കുറച്ച് കറുപ്പ് നിറവും കലർന്നതിനാണ് അൽ അംലഹ് എന്ന് പറയുക. അതുപോലെ തന്നെ അഖറനൈൻ എന്ന് ചില റിവായത്തിൽ കാണാം, അഥവാ രണ്ട് കൊമ്പുള്ള നല്ല ആടിനെ അവിടുന്ന് അറുക്കുകയുണ്ടായി. എങ്ങനെയാണ് അവിടുന്ന് അറുത്തത്? ഫറഅയ്തുഹു വാദിഅൻ ഖദമഹു അലാ സിഫാഹിഹിമാ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിരടിയിൽ, അതിന്റെ അവിടുത്തെ കാല് വെച്ചുകൊണ്ട്, അഥവാ അത് ഓടാതിരിക്കാൻ അറവ് അടുത്തൊന്നും പിടിക്കുന്നില്ലേ, ആ പിടുത്തം അങ്ങനെ അവിടുന്ന് വെച്ചുകൊണ്ട് യുസമ്മി വയുകബ്ബിർ, അവിടുന്ന് ബിസ്മി പറഞ്ഞു, തക്ബീർ ചൊല്ലി, എന്നിട്ട് ഫദബഹഹുമാ ബിയദിഹി, അവിടുത്തെ കൈ കൊണ്ട് അറവ് നടത്തുകയും ചെയ്തു എന്ന് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു കൽപ്പിച്ച മഹത്തായ മുഅക്കദായ സുന്നത്താണ്. ഈ നിർബന്ധമാണ് എന്ന അഭിപ്രായം വരാനുള്ള കാരണം ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം, മൻ കാന ലഹു സഅതുൻ, ഒരാൾക്ക് അറവ് നടത്താനുള്ള വിശാലതയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, വലം യുളഹി, എന്നിട്ട് അവൻ അറുത്തില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല, നമസ്കാരത്തിന് ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് അത്രയും ഗൗരവമുള്ളതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അറവ് നടത്തുമ്പോൾ സഹോദരങ്ങളെ, അതിന്റെ ചില വിധിവിലക്കുകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അറവ് നടത്തുമ്പോൾ അറവ് മൃഗങ്ങളുടെ പ്രായം പരിഗണിക്കേണ്ടതുണ്ട്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണം. അതുപോലെ തന്നെ പശു വർഗമാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. ആട്, ചെമ്മരിയാടാണെങ്കിൽ 6 മാസം പൂർത്തിയായി 7ാമത്തെ മാസം തുടങ്ങിയാൽ അതിനെ അറുക്കാം. കോലാടാണെങ്കിൽ, കോലാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ആട്, അത് 1 വയസ്സ് പൂർത്തിയാവണം. അതാണ് നമ്മൾ സാധാരണ നമുക്ക് കിട്ടാറുള്ള ആട് ഈ കോലാടാണ്. അത് 1 വയസ്സ് പൂർത്തിയാകണം. വയസ്സ് പരിഗണിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തോന്നിയത് പോലെ എടുത്തിട്ട് വേഗം പോരരുത്. അത് നേരത്തെ പറയേണ്ട വിഷയമാണ്. വയസ്സ് പരിഗണിക്കണം. ആ വയസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചതാണ്. അതങ്ങനെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ സമയം എന്നത് സഹോദരങ്ങളെ, യൗമുൻ നഹർ, ദുൽഹിജ്ജ 10 അഥവാ പെരുന്നാളിന്റെ ദിവസം ഈദ് നിസ്കാരത്തിന് ശേഷമാണ് അതിന്റെ സമയം ആരംഭിക്കുക. അതിനു മുന്നേ ഒരാൾ അറുത്താൽ അത് കേവലം അറവ് മാത്രമാണ്, അറുത്തിട്ട് തിന്നാന്നല്ലാതെ അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് ആവുകയില്ല. ആ സമയം മുതൽ അയ്യാമു തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 13ന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുന്നേ വരെ സമയമുണ്ട്. 10 മുതൽ 13 വരെ. 10ന്റെ അന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആരംഭിക്കാം. 13ന്റെ അസ്ർ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുന്നേ വരെ സമയമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ അമ്മാവൻ അബൂ ബുർദ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം നിസ്കാരത്തിന് മുന്നേ അറുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാതുക ഷാതു ലഹ്മിൻ, നീ അറുത്തത് കേവലം ഒരു ആട്ടിറച്ചി മാത്രമാണ്, അത് ഉദ്ഹിയ്യത്ത് ആയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഈ ഹദീസ് വലിയ തെളിവാണെന്ത്,
ഒരു കാര്യം അതിന്റെ സമയത്ത് ചെയ്യണം. അതിന്റെ സമയത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ദീനിൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്താൽ അത് ആ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, ദീനിൽ അതെന്താവുകയില്ല, പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ്. ഏത് കാര്യവും ആവട്ടെ. ഈ ഹദീസ് പണ്ഡിതന്മാർ ബിദ്അത്തിനെ എതിർക്കാൻ തെളിവ് പിടിക്കുന്ന ഒരു ഹദീസാണിത്. ചില ആളുകൾ കൊണ്ടുവന്നിട്ട് നല്ലതല്ലേ എന്ന് പറയും, ഏതായാലും അർത്ഥമല്ലേ, എന്നാ പിന്നെ അറവ് അങ്ങനെ ആകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. സമയം പരിഗണിക്കണം, ആ സമയത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പിന്നെ വേറെ അറുക്കാനുള്ള ഒരു അവസരം കൊടുത്തു എന്ന് കാണാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ ദബഹ ഖബ്ല സ്വലാത്തി ഫഇന്നമാ യദ്ബഹു ലിനഫ്സിഹി. ആരെങ്കിലും നിസ്കാരത്തിന്റെ മുന്നേ അറുക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവനവന് വേണ്ടി തിന്നാൻ വേണ്ടി അറുത്തു എന്നത് മാത്രമാണ്. വമൻ ദബഹ ബഅദ സ്വലാത്തി ഫഖദ് തമ്മ നുസുകുഹു വഅസാബ സുന്നത്തൽ മുസ്ലിമീൻ. നിസ്കാരത്തിന് ശേഷമാണ് ഒരാൾ അറുത്തത് എങ്കിൽ അയാളുടെ അറവ് പൂർത്തിയായിരിക്കുന്നു, മുസ്ലിമീങ്ങളുടെ സുന്നത്ത് അത് അയാൾക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. ഇത് സഹോദരങ്ങളെ, സമയം പരിഗണിക്കണം. നിസ്കാരത്തിന് ശേഷം മുതൽ സമയം ആരംഭിക്കും. ഉദ്ഹിയ്യത്തിന് നമുക്കറിയാം, ഈ പറഞ്ഞ മൃഗങ്ങളിൽ ഷെയറുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ആടാണെങ്കിൽ അതിൽ ഷെയറില്ല, ഒരാൾ ഒന്നിനെ അറുക്കണം, ഒരാൾ ഒന്നിനെ തന്നെ അറുക്കണം. ഒട്ടകമോ പശുവർഗമോ ആണെങ്കിൽ 7 വരെ ഒരാൾക്ക് ഷെയർ കൂടാം. 7 ആളെ കിട്ടിയാലേ അറുക്കാൻ പാടുള്ളൂ എന്ന നിയമമില്ല. ഒരാൾക്ക് ഒരു ഒട്ടകത്തിന് അറുക്കാൻ സാധിക്കുമോ, അറുക്കാം. ഒരാൾക്ക് ഒരു പോത്തിനെ അറുക്കാൻ പറ്റുമോ, ഒരു കൂട്ടനെ അറുക്കാൻ പറ്റുമോ, അറുക്കാം. അതിൽ 7 വരെ ആവാം എന്നതാണ്, അനുവാദമാണ്. 2 ആൾ കൂടി ഇറക്കാൻ ആവാം, 3 ആളൂടെ ഇറക്കാൻ ആവാം, 7 വരെ പോകാം. 8ാമത്തെ ഒരാൾ കൂട്ടാൻ പറ്റുമോ, ഇല്ല, പാടില്ല എന്നതാണ്. ആടിൽ ഷെയർ ഇല്ല. ഷെയറുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പൊതുവെ ചോദിക്കാറുണ്ട്. ഇപ്പൊ വീട്ടിൽ വാപ്പാണ് അറക്കുന്ന ആള്, വാപ്പ അറക്കുമ്പോൾ മക്കൾ പൈസ കൊടുത്ത് സഹായിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒരാടിനെ അറക്കാൻ ഉപ്പ ഉദ്ദേശിച്ചു, അപ്പൊ അദ്ദേഹത്തിന് മക്കൾ എന്ന നിലക്ക് പണം കൊടുത്ത് സഹായിക്കാം. അതെന്തല്ല, ആ അറവിലുള്ള ഷെയർ അല്ല, ആ ആടിൽ എന്തല്ല, ആടിലെ ഷെയർ അല്ല അത്. പിന്നെയോ വാപ്പാനെ സഹായിക്കാം. 15,000 രൂപ ഒരു ആട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, 2 മക്കളുണ്ട്, അപ്പൊ വാപ്പാക്ക് 5000 വെച്ച് കൊടുക്കാൻ, 5000 വാപ്പങ്ങളും കൂട്ടിക്കൊന്നു. അറക്കുന്ന ആരാണ്, വാപ്പയാണ്. മക്കൾക്ക് അങ്ങനെ സഹായിക്കാം, അത് അനുവദനീയമാണ്, അത് ഷെയർ അല്ല. എന്നാൽ പശുവർഗമോ ഒട്ടകമോ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിലുള്ള ആൾക്ക് ഒരാൾ അർത്താൽ മതി, കുടുംബനാഥൻ അർത്താൽ ഇതെല്ലാവർക്കും മതിയായി എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ എന്ന നിലക്ക് തന്നെ അതിന്റെ പൈസ കൊടുക്കാം. 7 വരെ ഷെയർ ആവാം. ഒരു വാപ്പാന്റെ 7 മക്കളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 6 മക്കളും വാപ്പയും കൂടി 7 ആൾ ഒരുമിച്ച് ഇറക്കുക, ആവാം, 7 വരെ ആവാം എന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, അറവ് മൃഗത്തിന്റെ കാര്യത്തിൽ ആ മൃഗങ്ങൾക്ക് ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല, ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു മിനൽ ളഹായ. ഉദ്ഹിയ്യത്തിന് അറവിനെടുക്കുന്ന മൃഗങ്ങളിൽ പാടില്ലാത്തതാണ് അൽ ഔറാഉ അൽ ബയ്യിനു അവറുഹ. വ്യക്തമായി അന്ധത അല്ലെങ്കിൽ കണ്ണ് അതിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ന്യൂനതയുള്ള ഒരു ആടിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗത്തെ അറുക്കാൻ എടുക്കരുത്. വ്യക്തമായി കാണുന്നുണ്ട്, അതിന് കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണ് പൊട്ടിയിട്ടുണ്ട്, കണ്ണ് കാണുന്നില്ല എന്നത് പ്രകടമാണ്, ആ ന്യൂനത പ്രകടമാണെങ്കിൽ അതിനെ ഉദ്ഹിയ്യത്തിന് പറ്റൂല. പിന്നെയോ അത് അർത്ഥത്തിൽ വെക്കുക, അല്ലെങ്കിൽ വിരുന്നുകാരൊന്ന് അർത്ഥം കൊടുക്കുകയൊക്കെ ചെയ്യാം, ഉദ്ഹിയ്യത്തിന് എടുക്കരുത്. എന്ന് പറഞ്ഞാൽ മുടന്ത്, വ്യക്തമായി മുടന്തിട്ടാണ് നടക്കുന്നത്, കാണുമ്പോൾ തന്നെ മുടന്ത് പ്രകടമാണ്. ചെറിയ ഇങ്ങനെ ആക്കിയിട്ട് നടക്കുന്നതല്ല, പിന്നെയോ നന്നായിട്ട് മുടന്തിട്ടാണ് ഒരു മൃഗം നടക്കുന്നത് എങ്കിൽ
അതിനെ ഉദ്ഹിയത്തിന് പറ്റുകയില്ല. വൽ മരീദതു അൽ ബയ്യിനു മറദുഹ, രോഗം പ്രകടമായ രോഗിയായ മൃഗം. കാണുമ്പോൾ തന്നെ ഇത് രോഗിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും രോഗം പുറമേക്ക് കാണുന്ന രോഗമാവട്ടെ, അല്ലെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെ രോഗിയാണ് എന്ന് വ്യക്തമാണ് എങ്കിൽ അതിനെയും പാടില്ല. വൽ അജ്ഫാഉ അല്ലതി ലാ തുൻഖി, അൽ അജ്ഫ എന്ന് പറഞ്ഞാൽ മജ്ജയും മാംസവും ഒക്കെ വറ്റി ഉണങ്ങി മെലിഞ്ഞ് ഒന്നിൽ കണ്ടാൽ തന്നെ ഒരു ദാരിദ്ര്യം തോന്നുന്ന രൂപത്തിലുള്ള മൃഗം, അതിനെ അറുക്കാൻ ഉപയോഗിക്കരുത്, ഉദഹീയത്തിന് ഉപയോഗിക്കരുത്. മറിച്ച് നല്ല ഒത്തിണങ്ങിയ നല്ല മൃഗത്തെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടകായാലും ശരി, ആടായാലും ശരി, മാടായാലും ശരി, നല്ല മൃഗമായിരിക്കണം. കാണാൻ ന്യൂനതകളിൽ നിന്നെല്ലാം മുക്തമായ രൂപത്തിലുള്ള മൃഗം ആയിരിക്കണം എന്നത് സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അതിനറുക്കാൻ പാടുള്ളതല്ല. ചിലപ്പോ കൊമ്പ് ഇല്ലാത്തുണ്ടാവും, അല്ലെങ്കിൽ കൊമ്പ് ചിലപ്പോ ഇടികൂടിയിട്ട് പൊട്ടിയതുണ്ടാവും, കുഴപ്പമില്ല. നല്ല കൊമ്പുണ്ടെങ്കിൽ അത് നല്ലത്. ചെറിയ രൂപത്തിലുള്ള പൊട്ടൽ അല്ലെങ്കിൽ കൊമ്പ് പൊട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, അത് ഈ പറഞ്ഞ ന്യൂനതയിൽ പെടുകയില്ല. അതുപോലും ഇല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ നല്ല നല്ല കൊമ്പൊക്കെ ഉള്ള, നല്ല കണ്ടാൽ തന്നെ നല്ല ഉശിരുള്ള മൃഗമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല ഭംഗിയുള്ള, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തപ്പോൾ നല്ല വെളുപ്പും കറുപ്പും നിറമുള്ള ആടിനെ അവിടെ അറുത്തു എന്നാണ്. അങ്ങനെയുള്ള നല്ല ഭംഗി, അതുപോലെ മജ്ജ, മാംസം, ഇതെല്ലാം ചുറുചുറുക്ക്, ഇതെല്ലാം പരിഗണിക്കണം. നല്ല മൃഗമായിരിക്കണം. അല്ലാത്ത മൃഗത്തിന് അറുത്ത് വെക്കാലോ, കുഴപ്പമില്ലല്ലോ. വെറുതെ ഇപ്പൊ അവന് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ എടുത്തിട്ട് വരണ്ടില്ല. ഉദഹീയത്തിന് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യം ദുൽഹിജ്ജ അതിന്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദഹീയത്ത് അറുക്കുന്ന ആള് ആരാണ് അറുക്കുന്നത് അയാൾ ശ്രദ്ധിക്കണം. ഇദാ ദഖലത്തിൽ അശ്റു വഅറാദ അഹദുകും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ഷൈഅൻ. ദുൽഹിജ്ജ മാസം ആരംഭിച്ചു, മാസം കണ്ടു. ഒരാൾ അറവ് നടത്താൻ ഉദ്ദേശിച്ചാൽ പിന്നീട് അയാൾ തൊലിയിൽ നിന്നോ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും എടുക്കാൻ പാടുള്ളതല്ല. അത് ദുൽഹിജ്ജ ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരാൾ ദുൽഹിജ്ജ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഒരാൾ 5-ാം തീയതിയാണ് ഒരാൾ വിചാരിക്കുന്നത് അറക്കാൻ, അപ്പോഴാണ് അയാൾക്ക് കാര്യങ്ങളൊക്കെ ഒത്തു വന്നതെന്ന് വിചാരിക്കുക. ഇന്നു മുതൽ അയാൾ എന്ത് ചെയ്യണം? ആ നിയമം പാലിക്കണം. ഇന്നു മുതൽ പിന്നെ നഖം വെട്ടാൻ പാടില്ല, മുടി എടുക്കാൻ പാടില്ല, തൊലി എടുക്കാൻ പാടുള്ളതല്ല. അതാരാണോ അറുക്കുന്നത് അയാൾക്കാണ് നിർബന്ധമായിട്ടുള്ളത്. ബാക്കി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കൊന്നും ഈ പറഞ്ഞ നിയമം ബാധകമല്ല. വാപ്പ അറുക്കാൻ, മക്കൾക്കൊന്നും എന്തല്ല, ഈ നിയമം ബാധകമല്ല. അവർക്ക് മുടിയും നഖവും ഒക്കെ വെട്ടുന്നത് കൊണ്ട് വിരോധമില്ല. ഭാര്യക്കും ഒക്കെ നഖം വെട്ടാനും കുഴപ്പമില്ല. ആരാണോ ചെയ്യുന്നത്, ഒരു മകനാണ് അറുക്കുന്നത്, അയാളാണത് പാലിക്കേണ്ടത്. ഒരു ഉമ്മയാണ് അറുക്കുന്നത്, ഉമ്മ അത് ശ്രദ്ധിക്കണം. ആരാണോ അറുക്കുന്നത് അയാളാണ് ശ്രദ്ധിക്കണം. ആരാണോ അറുക്കുന്നത് അയാളാണ് ശ്രദ്ധിക്കേണ്ടത്. ഗൾഫിൽ നിന്ന് വാപ്പ പൈസ അയച്ചിട്ട് നമ്മളാണ് അറക്കാൻ കൊണ്ടുപോകുന്നത്. ആരാ അറവ് നടത്തുന്നാരാ? പൈസ ചെലവാക്കി ആരാ? വാപ്പയാണ്. അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പൈസ അയച്ചിട്ട് ഒരാൾ അറക്കണം. ആരാ അറക്കുന്നത്? പൈസ കൊണ്ടുകൊടുത്തോന്നല്ല അറക്കുന്നത്, പിന്നെ ആരാ? പൈസ ചെലവാക്കിയവരാണ്. അപ്പോ മൂപ്പരാണ് എന്താക്കേണ്ടത്? ആ നിയമം പാലിക്കേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി ഒരാൾ മറന്നുകൊണ്ട് പെട്ടെന്ന് നഖം മുറിച്ചു പോയി, അയാളുടെ ഉദഹീയത്ത് ഫസാദാവുന്നില്ല. അയാൾ അതിൽ നിന്ന് വേഗം പിന്നെ ചെയ്യരുത്. മറന്നുകൊണ്ട് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക. മറന്നുകൊണ്ട് നോമ്പ് മുറിച്ചാൽ പോലും കുഴപ്പമില്ലല്ലോ. മറവി എന്നത് ഒരു എഴുതറാണ്. എപ്പോഴും മറന്നു പോയിരുന്നു, യാദർശികമായി മറന്നു പോയി. വെള്ളിയാഴ്ച എല്ലാ ദിവസവും മുറിക്കുന്നതിലെടുത്ത് മുറിച്ചു, അപ്പൊ ആ മുറിച്ചപ്പോ ഓർമ്മ വന്നാൽ അവിടെ നിർത്താം. അങ്ങനെ മറവി. ഇനി നഖം പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക, പൊട്ടിപ്പോയത് ഇങ്ങനെ തുറന്നു നിൽക്കുകയാണ്, അപ്പൊ മുഖത്തും ശരീരത്തിലൊക്കെ അത് കൂറും. അപ്പൊ അതെന്ത് ചെയ്യാം? പൊട്ടിച്ചു ഒഴിവാക്കാം. അത് അനുവദനീയമാണ്. അല്ലാതെ ഒരാൾ സാധാരണ നഖം ഇങ്ങനെ മുറിക്കുക, മീശ വിട്ടുക, മുടി മുറിക്കുക, ഇതൊന്നും പാടുള്ളതല്ല. ഈ വർഷത്തെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അടുത്ത വർഷങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ മസ്അല സൂചിപ്പിച്ചത്. ഇവിടെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യത്തിൽ
വലിയൊരു ഹിക്മത്തുണ്ട്. അല്ലാഹു അലം, നമുക്ക് മനസ്സിലാവുന്ന ഹിക്മത്താണ്. അതല്ലാത്തതും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടായേക്കാം. ഹാജിമാർ, അവരോട് ഈ വിഷയത്തിൽ നമ്മൾ ഒരു സാദൃശ്യം വെക്കുന്നുണ്ട്. കാരണം അവർ നഖം മുറിക്കുകയില്ല, മുടി വെട്ടുകയില്ല. ഈ പറഞ്ഞ കാലയളവിൽ അവരുടെ അറവ് കഴിഞ്ഞാലാണ്, പിന്നീട് തഹല്ലുലായാലാണ് അവർ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. നമ്മളും അതേപോലെ തന്നെ 10 ദിവസം ഈ പറഞ്ഞതെല്ലാം പിടിച്ചു നിർത്തി അറവ് കഴിഞ്ഞതോടുകൂടിയാണ് നമ്മളും ഉണ്ടാക്കുന്നത് ഈ വിഷയം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരോട് ആ വിഷയത്തിൽ നമ്മൾ ഐക്യപ്പെടുന്നുണ്ട്, അവരോട് സാദൃശ്യപ്പെടുന്നുണ്ട് എന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹിക്മത്താണ്. അതുപോലെ തന്നെ നോക്കൂ, അറവ് നടത്തുന്ന ആൾക്കാണ് ഈ നിയമം ബാധകം. എന്നാൽ ഒരു കുടുംബനാഥൻ അറുത്താൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും. വാപ്പ എനിക്കും എന്റെ കുടുംബത്തിനും എന്ന് നിയത്താക്കി അറുത്താൽ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചു. എല്ലാവർക്കും അത് മതിയായതാണ്. ഒരു വീട്ടിൽ കുറെ ആൾ അറുക്കണമെന്നില്ല. വാപ്പ അറുത്താൽ, കുടുംബനാഥൻ അറുത്താൽ അദ്ദേഹത്തിന്റെ ചിലവിന് കീഴിലുള്ള ആളുകൾക്കൊക്കെ അത് മതിയായതാണ് എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അവന്റെ ഔദാര്യമാണ് എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതിന്റെ എല്ലാം അപ്പുറത്തേക്ക് അറവ് നടത്തുമ്പോൾ നമ്മുടെ ഏതൊരു ഇബാദത്തിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനമാണ് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. അള്ളാഹു അറവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മഹത്തായ ആയത്ത് കാണാം. ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ അറവ് മൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് എത്തുന്നത്. നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നത്. അതുകൊണ്ട് അറവ് നടത്തുന്നത് എല്ലാ കൊല്ലവും ആജിക്ക് അറക്കും, അപ്പൊ ഈ കൊല്ലം ആജിക്ക് അറക്കും എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ വരൂലേ, അതുകൊണ്ട് അറക്ക എന്നതല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അറക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം, നമുക്ക് തിന്നാം, എടുത്തു വെക്കാം, ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കും കൊടുക്കാം, കുടുംബക്കാർക്കും കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ നീയത്ത് നന്നാക്കിയിരിക്കണം. ആ നീയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം ഈ പറഞ്ഞതൊന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. രക്തം ഒലിച്ചു പോകും, അത് വൃത്തിയാക്കും. മാംസം അത് ഭക്ഷിച്ച് തീരും. പക്ഷേ ആ അറവ് മൃഗത്തിന്റെ അറവിന്റെ പ്രതിഫലം നമ്മുടെ ഉദ്ദേശ ശുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹു നൽകുക. നമ്മുടെ നീയത്താണ് റബ്ബിലേക്ക് എത്തുന്നത് എന്നത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ലൈസൽ മഖ്സൂദു മിൻഹാ ദബ്ഹുഹാ ഫഖത്ത്. റബ്ബ് ഇങ്ങനെ അറക്കുക എന്നതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇഖ്ലാസ് ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഖറിന് വേണ്ടിയിട്ടോ, പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ, റിയാഇന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ആളുകൾ പുകഴ്ത്താൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ എല്ലാവരും അറക്കുന്നുണ്ട്, വാപ്പ മരിച്ചു അതുപോലെ വാപ്പ തുടങ്ങിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ അറക്കാൻ പറ്റും എന്നുവെച്ചാൽ മക്കൾ ഇങ്ങനെ അറക്കുക, അങ്ങനെ ഒരു ആദത്തായിക്കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ആത്മാർത്ഥതയോടുകൂടി അവനവന്റെ സമ്പത്തിൽ നിന്ന് ചെലവാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി അറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം. മുടി നഖമൊക്കെ വെക്കാൻ ഇങ്ങനെ മുടി വളരുന്നുണ്ടാവും, നഖം വളരുന്നുണ്ടാവും, അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അതിനൊരു മാധുര്യമുണ്ട്. എന്നിട്ട് അത് അറുക്കുക, അതായത് ഭക്ഷിക്കുക എന്നത് മാധുര്യമുണ്ട്. പ്രത്യേകിച്ച് അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അവിടുന്ന് ഈദ് ഗാഹിലേക്ക് അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോകുമ്പോൾ ചെറിയ പെരുന്നാളിനാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പോവുക, അതോ നോമ്പ് അവസാനിപ്പിച്ചു എന്ന് അറിയിക്കാൻ. വലിയ പെരുന്നാളിനാണെങ്കിലോ കഴിക്കാതെ പോകും. എന്നിട്ട് അറവ് മൃഗത്തിൽ നിന്ന് അറുത്തിട്ട് അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കും എന്നതാണ്. നമുക്ക് ആർക്കെങ്കിലും അത് സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. സാധിക്കുമെങ്കിൽ ആ സുന്നത്ത് നടപ്പിലാക്കാൻ നമ്മൾ ചെയ്യണം. വേഗം അറുത്തിട്ട് അടുത്തുള്ള ആർക്കെങ്കിലും കൊണ്ടുകൊടുക്കുക, അയാൾ വേഗം ഉണ്ടാക്കിയിട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരും തിന്നിട്ട് പോവാ. സാധിക്കുകയാണെങ്കിൽ വളരെ ഹൈറാണ്. ആ സുന്നത്ത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറച്ചു നേരം വിശന്ന് നിൽക്കേണ്ടി വരും, വേഗം പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. കുക്കറിൽ 4 കൂക്കിൽ വെക്കുക, കറിയോ എന്നാ വെച്ചാൽ ഉണ്ടാക്കിയിട്ട് വേഗം അതിൽ നിന്ന് തിന്നാം. ഉദഹിയത്തിന്റെ ആ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. നേരത്തെ നേരം വെളുത്ത് വെള്ളം കുടിക്കാണ്ട് വരുന്നല്ല, വെള്ളത്തിന് കുടിച്ചു ഇതേ വെള്ളം കുടിക്കാണ്ട് ഒരു ഗ്ലാസ് ചായ ഒന്നും കുടിക്കാണ്ട് വരണമെന്നല്ല, ഇത് അലർജി വേണ്ടതില്ല. ഭക്ഷണമായിട്ട് കഴിക്കാറില്ലായിരുന്നു എന്നാണ്. നമ്മളെ പോലെ
ചായ കുടിച്ചിട്ടല്ലേ വരിക. അത് ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ആ നിയത്ത് നമ്മൾ ആ ആ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ കുത്തുബയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പെരുന്നാളിന്റെ അല്ലെ, പറഞ്ഞിട്ടില്ല. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ചില സുന്നത്ത് മുഴുവൻ നമുക്ക് അവസാനിപ്പിക്കും. പെരുന്നാളിന്റെ സുന്നത്തുകൾ എന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ പെരുന്നാളിനും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കുളിക്കുക, അതുപോലെ സുഗന്ധം പൂശുക, നല്ല വസ്ത്രം ധരിക്കുക എന്നത് പെരുന്നാളിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. നല്ല വസ്ത്രം ധരിക്കുക, അത് നമ്മുടെ ഉള്ളതിൽ ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാവരും പുതിയ വസ്ത്രം എടുക്കാറുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, വൃത്തിയാവാനും സുഗന്ധം പൂശാനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പെരുന്നാളിന്റെ സുന്നത്തിൽ പെട്ടതാണ് ഈ പറഞ്ഞത്. ചെറിയ പെരുന്നാളിനാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും കഴിച്ചിട്ട് വരും. അല്ലാത്ത വലിയ പെരുന്നാളിനാണെങ്കിൽ അല്ലെങ്കിൽ ദുൽഹിജ്ജയുടെ ആ 10 യൗമുൻ നഹർ അന്നാണെങ്കിൽ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെ വരുമായിരുന്നു എന്ന് നമുക്ക് കാണാം. അതിൽ നിന്ന് മാംസം കഴിക്കും. അതേപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലായിരുന്നു ഈദ് നിസ്കരിച്ചിരുന്നത്. അഥവാ പള്ളി അവിടെ ഉണ്ടായിട്ടും മുസല്ലയിലേക്ക് അവിടുന്ന് പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു. മുസല്ലയിലാക്കുക എന്നത് ഈദിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പള്ളിയിലേക്ക് ആക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈദ് നിസ്കാരത്തിന് അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പുറപ്പെട്ടു പോവുക എന്നതിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പുറപ്പെട്ടു പോവാൻ കൽപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളോടും ആ കൽപ്പനയുണ്ട്. എത്രത്തോളം? അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് ജിൽബാബില്ലെങ്കിൽ ഒന്നധികമുള്ളവൾ മറ്റവർക്ക് കൊടുത്തിട്ട് എന്നിട്ട് പോകണം. എല്ലാവരും ഈദ് മുസല്ലയിലേക്ക് പോവുക എന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുണ്യകരമായ കാര്യമാണ്. ആർത്തവകാരികളോട് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നിസ്കാരത്തിന് പങ്കെടുക്കേണ്ടതില്ല, എന്നാൽ അവിടെയുള്ള പ്രാർത്ഥനയിലും അതുപോലെ ദുആയിലും ഒക്കെ ഉൾപ്പെടാൻ അവർക്ക് സാധിക്കും. ഒരു നിസ്കാരത്തിന് വിട്ടു നിന്നാൽ മതി, ഉത്ബോധനം കേൾക്കാം, ദുആയിൽ ഉൾപ്പെടാം എന്നത് അവർക്ക് സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, ഒരു വഴിയിലൂടെ വന്ന് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക എന്നത് പെരുന്നാൾ ദിനത്തിലെ സുന്നത്തിൽ പെട്ടതാണ്. അതുപോലെ ഈ ദിവസങ്ങളെല്ലാം ഇബാദത്തുകൾ ചെയ്തിട്ടാണ് നമ്മൾ ആഘോഷത്തിലേക്ക് എത്തുന്നത്. ചെറിയ പെരുന്നാൾ ഒരു മാസക്കാലത്തെ ഇബാദത്തുകൾക്ക് ശേഷമാണ് അള്ളാഹു നമുക്ക് ആഘോഷമായി നിശ്ചയിച്ചിട്ടുള്ളത്. വലിയ പെരുന്നാളാകട്ടെ ഇതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ആഘോഷമുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ പരസ്പരം സ്വീകരിക്കട്ടെ എന്ന് ആശംസകൾ നേരുക എന്നത് പുണ്യകരമായ കാര്യമാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ് നമ്മൾ ആശംസയായി പറയുന്നത്. കേവലം ഒരു ആശംസയല്ല, പക്ഷെ പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനയാണ്. തഖബ്ബലല്ലാഹു, അള്ളാഹു സ്വീകരിക്കട്ടെ, മിന്ന നമ്മിൽ നിന്നും വമിൻകും നിങ്ങളിൽ നിന്നും. പരസ്പരം ദുആ ചെയ്യുക, അള്ളാഹു സ്വീകരിക്കും. ഒരു നാട്ടിൽ സാധാരണ നടക്കാറുള്ള ഇതുപോലെയുള്ള അഭിവാദ്യങ്ങൾ പറയാവുന്നതാണ്. ഈദ് മുബാറക് എന്ന് പറയാം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും മാത്രമേ പറയാൻ പറ്റൂ, മറ്റേത് പറയാൻ പാടില്ല എന്ന് ഇല്ല. ഒരാൾക്ക് ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും ഇതൊക്കെ പറയാവുന്നതാണ്, കുഴപ്പമില്ല. ചില ആൾക്ക് ഇത് അറിയണ്ടാവില്ല, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നത് അറിയാത്ത ആളുകളുണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട്. ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാകും. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അവർക്ക് ചിലപ്പോൾ അവർ നമ്മളോട് ഈദ് മുബാറക് എന്ന് പറയും, തിരിച്ച് ഖൈറു മുബാറക് എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇതാണ് പ്രാർത്ഥനയാണ് എന്നിട്ട് അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. അതിനിപ്പോ ഇത് പറഞ്ഞു കൊടുക്കാം. ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. തഖബ്ബലല്ലാഹു മിന്നാ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നുകൂടി പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഒരു ദഅവത്തിനുള്ള ഒരു സാധ്യത കൂടി ആവുകയും ചെയ്തു. അതോടൊപ്പം സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസത്തിൽ കുടുംബ ബന്ധം അത് ഊഷ്മളമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ടെങ്കിൽ
അത് തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. നേരെ കയറി ചെന്ന് സലാം പറയുക, ഈ പറഞ്ഞ പ്രാർത്ഥന, പെരുന്നാൾ ആശംസ പറയുക, എന്നിട്ട് കെട്ടിപ്പിടിക്കുക, അതോടുകൂടി അലിഞ്ഞു. അങ്ങനെ പെരുന്നാൾ അങ്ങനെ ഇട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വെക്കുക എന്ന് പറയരുത്. അടുത്ത പെരുന്നാളെന്ന് ചിലപ്പോൾ ആര് ബാക്കി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പൊ ആ സന്തോഷം അങ്ങനെ തന്നെ നിൽക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു കറയും ഇല്ലാതിരിക്കുക. ഒരാളോടും ഒരു ഭൗതികമായ പ്രയാസവും ഇല്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുക എന്നത് വലിയ നിഅമത്താണ്. ദീന്റെ പേര് ചിലപ്പോൾ പലരും നമ്മളെ ചീത്ത വിളിക്കും, ഇപ്പോൾ ദേഷ്യം ഉണ്ടാവും. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പരമാവധി നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളൂ. എന്നാൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുത്ത് നിൽക്കുക എന്നത്, കിടന്നുറങ്ങുമ്പോൾ ഒരാളായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്, വലിയ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രത്യേകിച്ച് കുടുംബക്കാരോട്, അടുത്ത ആളുകളോട് എന്ത് പ്രയാസം പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു പോയല്ലോ റബ്ബേ, പറയാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മയ്യത്ത് എഴുതിച്ചിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട് എന്നൊന്നും പറയൂല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്ത് ചെയ്യുക, തീർത്തേക്കുക, വേഗം അതൊക്കെ തീർത്തേക്കുക. അതിന് പറ്റിയ അവസരമാണ് പെരുന്നാൾ. എല്ലാവരും ചിരിച്ചിട്ടുണ്ടാവും, എല്ലാവരും ചിരിച്ചിട്ടുണ്ട്. പെരുന്നാൾ ദിവസം ആരും ഇങ്ങനെ മുറുമ്പേക്ക് വെക്കൂല. എല്ലാവരും സന്തോഷത്തിലായിരിക്കും. നല്ല വസ്ത്രം, നല്ല സുഗന്ധം, കുട്ടികൾ ചിരിക്കുന്നു, കളിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാവരും സന്തോഷത്തിലായിരിക്കും. ആ സന്തോഷത്തിൽ നമ്മുടെ പ്രശ്നങ്ങളും തീർത്തേക്കുക, അതിലൂടെ നമ്മൾ നന്നാവാൻ ശ്രദ്ധിക്കുക. അത് സഹോദരങ്ങളെ പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചെറിയ മക്കൾക്ക് അവർക്ക് കളിക്കാനുള്ള ഒരു വിശാലത കൊടുക്കുക. അതങ്ങനെ കയറൂരി വിടണമെന്നല്ല. ഇതുവരെ മൊബൈൽ കൊടുത്തില്ല, അപ്പൊ ഇന്ന് ഈ കളിച്ചോ എന്നിട്ട് അത് കൊടുക്കാനല്ല, ആ ജാതി പരിപാടിയൊന്നല്ല. കുട്ടികൾക്ക് കുറച്ച് വിശാലത കൊടുക്കുക, കളിക്കാനും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചു കൊടുക്കുക. ആ രൂപത്തിൽ ഹറാമാവാത്ത, ദൂർത്താകാത്ത രൂപത്തിൽ ഒരു വിശാലത കൊടുക്കുക എന്നത് പെരുന്നാളിന് പോകുമ്പോൾ തന്നെ വാങ്ങിക്കുമെന്ന് പറയുന്നില്ലേ. ദൂർത്തൊന്നും പാടില്ല കേട്ടോ, ദൂർത്തടിക്കാത്തൊന്നും പാടില്ല. കുറെ പൈസ ചെലവാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ കളിക്കാലോ, വെറുതെ ഓടിക്കളിക്കാലോ, കളിച്ചാൽ മതി. അപ്പൊ ആ ജാതി ആ രൂപത്തിലുള്ള ഒരു വിശാലത മക്കൾക്ക് കൊടുക്കാം. അതൊക്കെ പെരുന്നാളിന്റെ സന്തോഷത്തിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞത് മറന്നുപോയതുണ്ടെങ്കിൽ അതെല്ലാം സഹോദരങ്ങളെ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ഈദുമായി ബന്ധപ്പെട്ട് യൗമുൽ ഖർ എന്നുള്ളത് തൊട്ടടുത്ത ദിവസം, പിന്നെ അതിന്റെ അപ്പുറത്ത് അതിന്റെ ദിവസം 3 ദിവസം അറുക്കാം. പക്ഷെ ഇതാണ് ഈ പറഞ്ഞ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. പിന്നെ തൊട്ടടുത്ത ദിവസമുണ്ട് യൗമുൽ ഖർ എന്ന് പറഞ്ഞാൽ അയ്യാം തശ്രീഖ് 11. അപ്പൊ അന്നും ശ്രേഷ്ഠതയുണ്ട്. പിന്നെയുള്ള ദിവസങ്ങൾ അറുക്കാം, അറവിന്റെ പ്രതിഫലം കിട്ടും, ഈ ആവശ്യമില്ല. ഉദഹീയത്തിന്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും ഒക്കെ കിട്ടും. അഫ്ദലിയത്തുണ്ട്, അതേതോ അങ്ങനെ തന്നെയല്ലേ. എല്ലാറ്റിനും ഒരു അഫ്ദലിയത്ത് ഉണ്ടാവുമല്ലോ, അഫ്ദലും മഫ്ദൂലും ഉണ്ടാവും. ഒരാൾ ജമാഅത്തായിട്ട് ഒന്നാമത് സഫിൽ നിസ്കരിക്കുന്നതും രണ്ടാമത് സഫിൽ നിസ്കരിക്കുന്നതും വ്യത്യാസമുണ്ട്. അതിന്റെ വലുതാത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഒരാൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതും വ്യത്യാസമുണ്ട്. അല്ലാതെ നിസ്കരിച്ചിട്ടുണ്ട്. അഫ്ദൽ എന്നത് ഈ പറഞ്ഞ ദിവസം സംശയമില്ല, ദുൽഹിജ്ജ 10. ആ 10 ദിവസത്തിൽ പെടും. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. തൊട്ടടുത്ത ദിവസവും ആ പറഞ്ഞത് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾക്ക് ഒരാൾക്ക് അറുക്കാം. ഉദഹീയത്തിന്റെ എല്ലാ പ്രതിഫലവും ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പൊ ഖുർആനിലെ ആയത്താണ്, ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കും കൊടുക്കാം, നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് ഭക്ഷിക്കാം. കുഴപ്പമൊന്നുമില്ല, കൊടുക്കല് നല്ല കാര്യമാണ്. കൊടുക്കാതെ അങ്ങനെ കുറച്ചൊക്കെ കൊടുക്കണ്ടേ. ഉദഹീയത്തിൻ്റെത് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. പറയാൻ കഴിഞ്ഞു പറഞ്ഞു. ഒരാട് 1 വർഷം 1 വയസ്സ്. അത് ഇത് കുറച്ച് മുഴുപ്പുണ്ടാവും, നല്ല ഇതുണ്ടാവും. അതുകൊണ്ടാണ് അതിനങ്ങനെ. മറ്റേത് ഇറച്ചി എത്ര ആവില്ല, അല്ലെങ്കിൽ ആ ഒരു 6 മാസം ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു അതുകൊണ്ടായിരിക്കണം. അത് ഞാൻ അതിപ്പോ പറഞ്ഞത്. പിന്നെ അറക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അറവ് നടത്തുക. ചിലപ്പോൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാവും, അവർക്ക് കൊടുക്കാൻ അല്ലാഹു പറഞ്ഞു. അതുപോലെ ചോദിക്കാത്ത ആളുകളുണ്ടാവും, കുടുംബത്തിലുള്ള ആളുകൾ, അടുത്ത ബന്ധുക്കൾ, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ള നമുക്ക് സൂക്ഷിക്കാം.
ആദ്യകാലത്ത് സൂക്ഷിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എല്ലാം കൊടുത്തു ഒഴിവാക്കണം, എല്ലാം കൊടുത്തേക്കണം. അതെങ്ങനെയാണ്? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കാനുള്ള അനുവാദം കൊടുത്തു. അതാണ് നമുക്ക് നമ്മളെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള അനുവാദം. അതാണ്. എല്ലാം പേര് കൊടുത്തേക്കണം. അത് പറഞ്ഞാൽ ബാക്കി നമ്മൾ കൊടുക്കും. മുസ്ലിമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. ഈ പോയ സലാം പറയോ ഒരു മുസ്ലിമുകളാണ്, അല്ല ഈ കണ്ട നമസ്കാരം എന്ന് പറയുന്നതാണോ അത് വേറെ വിഷയം. മുസ്ലിമായിട്ട് കാണുന്നവരൊക്കെ മുസ്ലിമാണ്. നമ്മൾ തക്ഫീർ ചെയ്യാത്ത കാലത്തോളം അവർ മുസ്ലിമീങ്ങളാണ്. അവർ ഇസ്ലാമിന്റെ ഇതിലാണ് നമ്മൾ കാണുന്നത്. അത് ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ്, കുഫറാണെന്ന് നമ്മൾ പറയും. പക്ഷെ അത് കാഫിറാക്കൂല. ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടാണെങ്കിൽ പക്ഷെ ശ്രദ്ധിക്കണം, മസ്ലത്തും മഫ്സത്തൊക്കെ പരിഗണിക്കണം. നമ്മൾ പോയ സലാം പറയോ, അയാൾ സലാം പറഞ്ഞ മടക്കോ, ഇയാൾ മുസ്ലിം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കണം. തൗഹീദുള്ള ആൾക്ക് മുൻഗണന ഉണ്ട്. പക്ഷേ കുടുംബക്കാരെ ഞാൻ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ കുടുംബക്കാരെ മുന്തിക്കണമല്ലോ. എല്ലാവർക്കും ഒരു ഓഹരി വെച്ചിട്ട് കൊടുക്കേണ്ടി നോക്കി കൊടുത്താൽ മതി. കുറെ കിട്ടുണ്ടാവില്ലേ? അടുത്ത കുടുംബക്കാർക്കും പറഞ്ഞ ആളുകൾക്കും കൊടുക്കുക. കുടുംബക്കാർക്ക് ശ്രേഷ്ഠത ഉണ്ട്, വ്യത്യാസമില്ലല്ലോ. അള്ളാഹുവിനൊക്കെ അല്ലാഹു തആല പറഞ്ഞാൽ കുടുംബക്കാർ ഈ പറഞ്ഞ പോലെയാണ് അതിന്റെ മാനദണ്ഡം. അത് വീട്ടിലുള്ള ആൾക്കാര് വാപ്പയമ്മയില്ലേ, തൗഹീദില്ലാത്ത ആളുകളുണ്ടാവും. വീട്ടിൽ നമസ്കാരം എന്ന് പറയില്ലല്ലോ, അസ്സലാമു പറയില്ലേ. അത് നമ്മൾ പരിഗണിക്കണം. ഇതാണ് സഹോദരങ്ങളെ, വഹാദാ വല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നേരത്തെ പറഞ്ഞ സ്ത്രീകൾ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഭാര്യമാരുടെ കാര്യത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണ ശ്രദ്ധിക്കണം. അതുപോലെ മുതിർന്ന പെൺമക്കളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജാതി വസ്ത്രം എടുത്ത് കൊടുത്തിട്ട് അതുകൂട്ടി ഇങ്ങനെ ഏറ്റു വെച്ചിട്ട് പള്ളിയിലേക്കും മുസല്ലയിലേക്കും പോകരുത്. ഇസ്ലാമിക വസ്ത്രം എടുത്തു കൊടുക്കുക. ആൺമക്കളാണെങ്കിലും അവർ രണ്ടാൾ കയറാൻ പറ്റുന്ന രൂപത്തിലുള്ള പാൻറ്റും ആ ജാതി വസ്ത്രങ്ങളൊന്നും എടുത്ത് ദൂത്തടിക്കരുത്. നല്ല കണ്ടാൽ ഒരു മനുഷ്യപ്പോലത്തിന് നടക്കാൻ പറ്റുന്ന പോലത്തിലുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കുക മക്കൾക്ക്. അങ്ങനെ അവരെ പഠിപ്പിക്കുക. അതാണ് ഭംഗി. അത് കുറച്ചേനെ ഇതാവും. മാത്രമല്ല അത് നെര്യാണിക്ക് താഴെ തേച്ചു വെച്ചിട്ട് ഉള്ള എല്ലാ ചെളിയും വീട്ടിലേക്കും പള്ളിയിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് ഒരു അനുയോജ്യമല്ല, വലിയ തെറ്റാണ്. നരകത്തിലേക്ക് പോകും. നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മക്കൾക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പറഞ്ഞു കൊടുക്കാം. മക്കളെ അറിയുന്നതിനായിട്ട് അങ്ങനെ പോയിട്ട് കടത്തിന് മുന്നിട്ട് ആകെ ഇടങ്ങാറായി പോയത് അതൊക്കെ പറഞ്ഞു കൊടുക്കാം. മോനെ എങ്ങനെയാണ് അവസ്ഥ, മോളെ എങ്ങനെയാണ് അവസ്ഥ, പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് അവസ്ഥ, കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർക്ക് ബോധം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് കാർഡ് ഇട്ടാൽ ATM നിന്ന് പൈസ തരുന്ന പോലെ. മുമ്പ് ഒരാള് ഒരു കഥ പറഞ്ഞാണല്ലോ, എല്ലാം ഇല്ലാത്തൊന്നും അറിയില്ല, പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ നമുക്ക് കാർഡ് എടുത്താൽ പോലെ അത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാല് ഇങ്ങനെ നിൽക്കിയാല് പൈസ വരൂലേ. ഈ സാധുവിന് അറിയില്ല അതിൽ ആദ്യം കൊണ്ട് ഇടണം എന്നുള്ളത് എന്നതുപോലെ ഇങ്ങനെ ചോദിക്കുമ്പോ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ പേ ഉമ്മാക്കും മോയ്ക്കും മോൾക്കെല്ലാം ക്ലിങ് എന്നൊരു പോക്കാണ്. കയ്യിൽ നിന്ന് പോകുന്നത് ഈ പൈസയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് വരുന്ന സ്രോതസ് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് പൈസ വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ദുനിയാവാണ്, നശ്വരമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ സൗകര്യങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രതിഫലവും ശ്രേഷ്ഠതൊക്കെ കിട്ടിയിട്ട് നമുക്ക് ബാക്കി അള്ളാഹു തൗഫീഖ് ചെയ്താൽ സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ദുനിയാവിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കാം. പറഞ്ഞത് വസ്ത്രധാരണം, അതുപോലെ മുടി വെക്കാതെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാലത്ത് മുടിക്കരുത്. പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ്. ആ സന്തോഷം മുഴുവനും ഇബാദത്താണ്, എല്ലാ ഇബാദത്താണ്. നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് പടക്കം പൊട്ടിക്കലും കുറെ അതല്ല. നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ഇബാദത്തുകൾക്ക് ശേഷമാണ് ആഘോഷമുള്ളത്. ആ ആഘോഷം അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇബാദത്താണ്. ചെറിയ പെരുന്നാൾ നേരെ വന്ന് നിസ്കരിച്ച് തക്ബീർ ധ്വനികളും അതുപോലെ ആശംസകളും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വതക്കയും കുടുംബ സന്ദർശനം ഒക്കെ ഇബാദത്താണ്. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ അന്നും പിറ്റേന്നും ഒക്കെ തന്നെ ഇറച്ചി കൊടുക്കലും ഇറച്ചി തിന്നലും ഇതൊക്കെ തന്നെ പരിപാടി, ഇതൊക്കെ ഇബാദത്താണ്. നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകും.
അതിന് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അതിലേക്ക് കടന്നു വരാതിരിക്കുക എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അവരുള്ള മക്കളൊക്കെ ശ്രദ്ധിക്കാൻ, ഇല്ലാത്ത മക്കളോട് വാപ്പാര് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവസ്ഥകൾ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാനും മരണം വരെ അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും ഒട്ടുപുറത്ത് അള്ളാഹു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.